Welcome all. Today's video session is about sexual reproduction in flowering plants. That is, how the sexual reproduction takes part in angiosperms. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫ്ലവറാണ് ആൻജിയോസ്പേംസിലെ റിപ്രൊഡക്റ്റീവ് യൂണിറ്റുകൾ. ഫ്ലവറിനകത്ത് സെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെയിൽ റിപ്രൊഡക്റ്റീവ് യൂണിറ്റുകളാണ് ആൻഡ്രീഷ്യം, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് യൂണിറ്റുകളാണ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ് ഫ്ലവറിലെ എസെൻഷ്യൽ വേർഡ്സുകൾ. ഒരു സിംഗിൾ ഫ്ലവറിലെ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ്രീഷ്യം ഓർ സ്റ്റേമൻ്റെ മെയിൻ പാർട്സുകളാണ് ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. ഹെഡ് പോർഷനായ ആന്തറിനെ ഫ്ലവറിനോട് കണക്ട് ചെയ്യുന്ന സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ് ഫിലമെൻറ്റ്. ഗൈനീഷ്യത്തിൻ്റെ 3 പാർട്സുകളാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ബേസൽ പോർഷൻ ഓവറി. ഓവറിക്കകത്താണ് ഒവ്യൂൾസ് ഇരിക്കുന്നത്. ബയോളജിക്കലി ഒരു ലിവിങ് ബീയിങ്ങിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ വഴി അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനെ ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ ആൻജിയോസ്പേമിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ ടേക്ക് പാർട്ട് ചെയ്യുന്നു എന്നതിൻ്റെ ഓവറോൾ ഔട്ട്ലുക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഏതായിരുന്നു? സ്റ്റേമൻ. സോ സ്റ്റേമനിലെ ഹെഡ് പോർഷനായ ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്താണ് പോളൻ സാക്ക് ഇരിക്കുന്നത്. പോളൻ സാക്കിനും അകത്താണ് പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്നത്. സോ ആന്തറിനകത്ത് പോളൻ സാക്ക്, പോളൻ സാക്കിനകത്ത് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് എപ്പോഴാണോ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് യൂണിറ്റിലെ ഒരു പാർട്ടായ ഹെഡ് പോർഷനായ സ്റ്റിഗ്മയിലേക്ക് വീഴുന്നത്, അത് സ്റ്റൈൽ വഴി ദെൻ ബേസൽ പോർഷനായ ഓവറിക്കകത്തുള്ള ഫീമെയിൽ ഗമീറ്റായ എഗ്ഗുമായി ഫ്യൂസ് ചെയ്യുന്നു. സോ മെയിൽ ഗമീറ്റായ പോളൻ ഗ്രെയിൻസ് മെയിൽ റിപ്രൊഡക്റ്റീവ് യൂണിറ്റായ ആന്തറിനകത്തുള്ള പോളൻ സാക്കിനകത്തുള്ള പോളൻ ഗ്രെയിൻസിനും അകത്താണ് മെയിൽ ന്യൂക്ലിയസ് ഇരിക്കുന്നത്. സോ ഈ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് പതിക്കുന്നു. സ്റ്റിഗ്മ സ്റ്റൈൽ വഴി ബേസൽ പോർഷനായ ഓവറിക്കകത്തുള്ള ഫീമെയിൽ ഗമീറ്റുമായ എഗ്ഗുമായി ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുകയും ഈ സൈഗോട്ടാണ് പിന്നീട് നെക്സ്റ്റ് ജനറേഷനിലേക്ക് നയിക്കുന്നത്. സോ ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക്. സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഡിഫറെൻറ്റ് സ്റ്റേജസും അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി തന്നെ നോക്കാനുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചർ ഓഫ് ആന്തർ. സ്റ്റേമൻ എന്ന് പറയുമ്പോൾ ഒരു ഫിലമെൻറ്റ്, അതിനോട് അസോസിയേറ്റ് ചെയ്തിരുന്ന ഹെഡ് പോർഷനാണ് ആന്തർ. സോ മോസ്റ്റ് ഓഫ് ദ ആൻജിയോസ്പേമിലും ആന്തർ വിത്ത് 2 ലോബ്സ്, 2 ലോബുകളോടുകൂടിയ ആന്തറാണ് മോസ്റ്റ് ഓഫ് ദ ആൻജിയോസ്പേമിലും. ഇത്തരത്തിൽ ആന്തർ വിത്ത് 2 ലോബ്ഡ് കണ്ടീഷനെയാണ് ഡൈത്തീക്കസ് ആന്തർ എന്ന് വിളിക്കുന്നത്. അതേസമയം ഹിബിസ്കസ് പോലെയുള്ള ചില മെമ്പേഴ്സിൽ ഓൺലി 1 ലോബ് ഈസ് പ്രസൻറ്റ്. ഓക്കെ, അത്തരത്തിൽ ആന്തർ വിത്ത് 1 ലോബ് ഈസ് നോൺ ആസ് മോണോതീക്കസ് ആന്തർ. ഡൈത്തീക്കസ് ആന്തറിൽ ഈ 2 ലോബിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു മിഡ്രിബിനെയാണ് കണക്റ്റീവ് എന്ന് വിളിക്കുന്നത്. സോ ഇൻ ഡൈത്തീക്കസ് ആന്തർ 2 ലോബ്സ് ആർ കണക്റ്റഡ് ബൈ എ മിഡ്രിബ് നോൺ ആസ് കണക്റ്റീവ്. The anther with 1 lobe is known as monothecous anther. Example in family Malvaceae, hibiscus, ചെമ്പരത്തിയിലൊക്കെ ഇത്തരത്തിൽ മോണോത്തീക്കസ് ആന്തർ ആണ്. whereas in most of the angiosperms like Rutaceae, കറിവേപ്പില, സിട്രസ് ഒക്കെ വരുന്നത് ഈ ഫാമിലിയിലാണ്. Solanaceae, ടൊമാറ്റോ, ബ്രിഞ്ചാൾ അതൊക്കെ വരുന്നത് ഈ ഫാമിലിയിലാണ്. Acanthaceae, തൻബർജിയെ പോലെയുള്ള മെമ്പേഴ്സ് എക്കാന്തേസിയയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ മോസ്റ്റ് ഓഫ് ദ ആൻജിയോസ്പേമിലും ആന്തർ വിത്ത് 2 ലോബ്ഡ് കണ്ടീഷനാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡൈത്തീക്കസ് ആന്തർ. മോണോത്തീക്കസ് ആന്തറിൻ്റെയും ഡൈത്തീക്കസ് ആന്തറിൻ്റെയും ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഡൈത്തീക്കസ് ആന്തറിൻ്റെ സി ഡയഗ്രം നോക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ TS ഓഫ് ഡൈത്തീക്കസ് ആന്തറിനകത്ത് 4 പോളൻ ചേമ്പേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഈ പോളൻ ചേമ്പേഴ്സിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഓർ മൈക്രോസ്പോസുകൾ പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോളൻ ഗ്രെയിൻസ് ഓർ മൈക്രോസ്പോസ് പ്രസൻ്റ് ആയിരിക്കുന്ന പോളൻ ചേമ്പേഴ്സിനെയാണ് പോളൻ സാക്ക് ഓർ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് വിളിക്കുന്നത്. സോ പോളൻ ഗ്രെയിൻസ് ഓർ മൈക്രോസ്പോർ പ്രസൻറ്റ് ഇൻ പോളൻ സാക്സ് ഓർ മൈക്രോസ്പൊറാഞ്ചിയ. ഇപ്പോൾ ഇവിടെ പിക്ചറിൽ ഡൈത്തീക്കസ് ആന്തറിന് എത്ര ലോബുകളാണുള്ളത്? 2 ലോബ്സ്. സോ 2 ലോബ്സിൽ ഒരു ലോബിൽ 2 സ്പൊറാഞ്ചിയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്.
ഇപ്പോൾ 2 ലോബിലാണെങ്കിലോ 4 സ്പൊറാഞ്ചിയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. സോ ഡൈത്തീക്കസ് ആന്തറിൽ 4 സ്പൊറാഞ്ചിയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. സോ ഡൈത്തീക്കസ് ആന്തർ വിത്ത് ടെട്രാസ്പൊറാഞ്ചിയേറ്റ് കണ്ടീഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മോണോത്തീക്കസ് ആന്തറിൽ സിംഗിൾ ലോബ് മാത്രമാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. സോ ഓൺലി 2 സ്പൊറാഞ്ചിയ. സോ ഇറ്റ് ഈസ് ബൈസ്പൊറാഞ്ചിയേറ്റ് കണ്ടീഷൻ. മോണോത്തീക്കസ് ആന്തർ വിത്ത് ബൈസ്പൊറാഞ്ചിയേറ്റ് കണ്ടീഷൻ. So each anther lobe contains 2 pollen sacs or microsporangia. The anther with 1 lobe, that is monothecous condition, consists of 2 microsporangium or 2 chambers. Thus it is bisporangiate condition. The anther with 2 lobes, that is dithecous condition, consists of 4 microsporangium or pollen chambers, that is pollen sacs. Okay. 2 in each lobe, thus it is referred to as tetrasporangiate condition. നെക്സ്റ്റ് ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയം എന്നുള്ളത് സിംഗുലർ ഫോമും മൈക്രോസ്പൊറാഞ്ചിയ എന്നുള്ളത് പ്ലൂറൽ ഫോമുമാണ്. ഒന്നുകൂടി പറയാം, സ്റ്റേമൻ്റെ ഹെഡ് പോർഷനായ ആന്തറിനകത്താണ് മൈക്രോസ്പൊറാഞ്ചിയ ഓർ പോളൻ സാക്സ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അതിനുമകത്താണ് മൈക്രോസ്പോർസ് ഓർ പോളൻ ഗ്രെയിൻസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് മൈക്രോസ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്നത്, അതിനോട് അസോസിയേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും സ്ട്രക്ചേഴ്സും കൂടി ഫോം ചെയ്യുന്നുണ്ടോ, അതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇനീഷ്യലി ദ യങ് ആന്തർ കൺസിസ്റ്റ് ഓഫ് ഹോമോജീനസ് മാസ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. യങ് ആന്തറിൽ കണ്ടിന്യൂസ് ഡിവിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് കാണുക. അതിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറാണ് പ്രോട്ടോഡേം, നോട്ട് എപ്പിഡെമിസ്, ഇറ്റ് ഈസ് പ്രോട്ടോഡേം. ഓക്കെ. പിന്നീട് ഈ പ്രോട്ടോഡേമിന് തൊട്ട് താഴെയുള്ള ചില മെരിസ്റ്റമാറ്റിക് സെൽസിലെ സൈറ്റോപ്ലാസം ഡെൻസായി മാറുകയും ന്യൂക്ലിയസ് പ്രോമിനൻ്റായി മാറുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രോട്ടോഡേമിന് തൊട്ട് താഴെ കാണുന്ന ഡെൻസ് സൈറ്റോപ്ലാസത്തോടു കൂടിയ പ്രോമിനൻ്റ് ന്യൂക്ലിയസോടു കൂടിയ സ്പെഷ്യൽ മെരിസ്റ്റമാറ്റിക് സെൽസിനെയാണ് ആർക്കിസ്പോറിയൽ സെൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡയഗ്രത്തിൽ ആർക്കിസ്പോറിയൽ സെല്ലിനെ കാണാൻ വേണ്ടി പറ്റും. ഇനി തേർഡിലേക്ക് വരുമ്പോൾ ആർക്കിസ്പോറിയൽ സെല്ലിന് പെരിക്ലിനൽ ഡിവിഷൻ നടന്ന് പ്രൈമറി പരേറ്റൽ സെൽസും പ്രൈമറി സ്പോറോജീനസ് സെൽസും ഫോം ചെയ്യുന്നു. ആർക്കിസ്പോറിയൽ സെൽസിലെ പെരിക്ലിനൽ ഡിവിഷൻ നടന്ന് പ്രൈമറി പരേറ്റൽ സെൽസും പ്രൈമറി സ്പോറോജീനസ് സെൽസും ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇതൊരു ആർക്കിസ്പോറിയൽ സെല്ലാണെങ്കിൽ ഇതിന് പെരിക്ലിനൽ ഡിവിഷൻ സംഭവിച്ച് പ്രൈമറി പരേറ്റൽ സെല്ലും പ്രൈമറി സ്പോറോജീനസ് സെല്ലും ഫോം ചെയ്യുന്നു. പിന്നീട് വീണ്ടും ഈ പ്രൈമറി പരേറ്റൽ സെല്ലിനെ കണ്ടിന്യൂസ് പെരിക്ലിനൽ ആൻറ്റിക്ലിനൽ ഡിവിഷൻ സംഭവിക്കുന്നു. പെരിക്ലിനൽ ആൻഡ് ആൻറ്റിക്ലിനൽ ഡിവിഷൻ സംഭവിക്കുന്നു. അതിനുശേഷം ഈ പ്രൈമറി പരേറ്റൽ സെല്ലിൽ നിന്ന് ആന്തർ വോൾ ലെയേഴ്സായ എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്, ടപ്പീറ്റം എന്നിവ ഫോം ചെയ്യുന്നു. ഓക്കെ. ഇനി ബാക്കി വരുന്ന പ്രൈമറി സ്പോറോജീനസ് സെൽസിൽ നിന്നാണ് സ്പോർ മദർ സെൽ ഫോം ചെയ്യുന്നത്. ഒന്നുകിൽ പ്രൈമറി സ്പോറോജീനസ് സെല്ല് ഡയറക്റ്റ്ലി സ്പോർ മദർ സെല്ലായി ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈമറി സ്പോറോജീനസ് സെല്ലിനെ വീണ്ടും ഡിവിഷൻ സംഭവിച്ച് ചില സെല്ലുകൾ മാത്രം സ്പോർ മദർ സെല്ലായി ആക്ട് ചെയ്യുന്നു. സ്പോർ മദർ സെല്ലിനെ തന്നെയാണ് പോളൻ മദർ സെൽ, PMC, ഓക്കെ, അങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് സ്പോർ മദർ സെല്ലിനെ തന്നെയാണ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ആൻജിയോസ്പേമിൻ്റെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്, 2N കണ്ടീഷനാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്പോർ മദർ സെല്ലും 2N കണ്ടീഷനാണ്. പിന്നീട് മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എങ്ങനെ ഫോം ചെയ്യുന്നു? ഈ സ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചിട്ടായിരിക്കും ഹെപ്ലോയിഡ് കണ്ടീഷനുള്ള മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയുടെ ഒരു ഓവറോൾ ഔട്ട്ലുക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. താഴെ ഫ്ലോ ചാർട്ടിലും അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യങ് ആന്തറിൽ പ്രോട്ടോഡേം ഉണ്ട്. പിന്നീട് മെച്യൂരിറ്റി എത്തുമ്പോഴേക്ക് ഈ പ്രോട്ടോഡേമുകളാണ് എപ്പിഡേമിസായി മാറുന്നത്. ഓക്കെ. പ്രോട്ടോഡേമിന് തൊട്ട് താഴെയുള്ള ഡെൻസ് സൈറ്റോപ്ലാസത്തോടും പ്രോമിനൻ്റ് ന്യൂക്ലിയസോടും കൂടിയ ചില മെരിസ്റ്റമാറ്റിക് സെൽസിനെയാണ് ആർക്കിസ്പോറിയൽ സെൽ എന്ന് വിളിക്കുന്നത്, ഓർ ആർക്കിസ്പോറിയൽ ഇനീഷ്യൽ. ഈ ആർക്കിസ്പോറിയൽ സെല്ലിന് പെരിക്ലിനൽ ഡിവിഷൻ സംഭവിച്ചാണ് പ്രൈമറി പരേറ്റൽ സെൽസും പ്രൈമറി സ്പോറോജീനസ് സെൽസും ഫോം ചെയ്യുന്നത്.
പ്രൈമറി പരേറ്റൽ സെൽസിൽ നിന്നാണ് പിന്നീട് വീണ്ടും ആൻറ്റിക്ലിനൽ പെരിക്ലിനൽ ഡിവിഷൻ സംഭവിച്ച് ആന്തർ വോൾ ലെയേഴ്സിൽ ഉൾപ്പെടുന്ന എൻഡോത്തീഷ്യവും മിഡിൽ ലെയേഴ്സും ടപ്പീറ്റവും ഫോം ചെയ്യുന്നത്. അപ്പോൾ എപ്പിഡെമിസ് ഒഴികെയുള്ള ബാക്കി വോൾ ലെയേഴ്സ് എല്ലാം തന്നെ എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്, ടപ്പീറ്റം എല്ലാം തന്നെ ഫോം ചെയ്യുന്നത് പ്രൈമറി പരേറ്റൽ സെല്ലിൽ നിന്നും, എപ്പിഡെമിസ് ഫോം ചെയ്യുന്നത് പ്രോട്ടോഡോമിൽ നിന്നുമാണ്. ഇനി ബാക്കി വന്ന പ്രൈമറി സ്പോറോജീനസ് സെല്ല് ഒന്നുകിൽ ഡയറക്റ്റായി സ്പോർ മദർ സെല്ലായി ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും ഡിവിഷൻ സംഭവിച്ച് പ്രൈമറി സ്പോറോജീനസ് സെല്ലിന് വീണ്ടും ഡിവിഷൻ സംഭവിച്ച് സ്പോർ മദർ സെല്ലായി ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പോളൻ മദർ സെൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ സ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ്. സ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചാണ് പോളൻ ഗ്രെയിൻസ് ഓർ മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നത്. ഈ പോളൻ ഗ്രെയിൻസ് എപ്പോഴും 4 എന്നുള്ള കണ്ടീഷൻ, ടെട്രാഡ് കണ്ടീഷനിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ടെട്രാഡ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക, ഒരു പോളൻ ഗ്രെയിൻ ബാക്കിൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ പോളൻ ടെട്രാഡ് എന്നുള്ള ഫോമിലായിരിക്കും പോളൻ ഗ്രെയിൻസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഫുള്ളി ഡെവലപ്ഡ് ആയ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വോൾ ലെയേഴ്സായ എപ്പിഡെമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം, ഇതുകൂടാതെയുള്ള സ്പോറോജിനസ് ടിഷ്യൂസ്, സ്റ്റോമിയം, കണക്റ്റീവ് ടിഷ്യൂസ്, നേരത്തെ നമ്മൾ പറഞ്ഞ 2 ലോബ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ്സ് എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഓരോ വാൾ ലെയേഴ്സും എന്തൊക്കെയാണെന്നും അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നും നോക്കാം. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആന്തർ. The transverse section of anther shows following wall layers: epidermis, endothelium, middle layer and tapetum. First of all, epidermis. നമ്മൾ നേരത്തെ ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഒരു ബട്ടർഫ്ലൈ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് കണ്ടത്. അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് ഇവിടെ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എപ്പിഡെമിസ് എന്ന് പറയുന്നത് വളരെ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിരിക്കുന്ന സിംഗിൾ ലെയർ ഓഫ് ഔട്ടർമോസ്റ്റ് സെല്ലാണ് എപ്പിഡെമിസ്. സോ എപ്പിഡെമിസ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ് വിച്ച് ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. ദെൻ പരേറ്റൽ ലെയർ എന്നല്ല, പകരം യങ് ആന്തറിൽ തന്നെ എപ്പിഡെമിസ് പ്രസൻ്റ് ആയിരിക്കും, അല്ലേ? പ്രോട്ടോഡേമിൽ നിന്നാണ് എപ്പിഡെമിസ് ഫോം ചെയ്യുന്നത്. എപ്പിഡെമൽ സെൽസുകൾക്ക് ആൻറ്റിക്ലിനൽ ഡിവിഷൻ ഓഫ് എപ്പിഡെമൽ സെൽസ് അത് സംഭവിച്ചാണ് എപ്പിഡെമൽ സെൽസുകൾക്ക് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ദ സെൽസ് ഓഫ് ദി എപ്പിഡെമിസ് അണ്ടർഗോ ആൻറ്റിക്ലിനൽ ഡിവിഷൻസ് ആൻഡ് സോ ദ എപ്പിഡെമിസ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. അതുപോലെ തന്നെ ഒരു മെച്വർ ആന്തറിൽ നോക്കുവാണെങ്കിൽ അതിലെ ഔട്ടർമോസ്റ്റ് ലെയറായ എപ്പിഡെമൽ സെൽസുകൾ വളരെ ഫ്ലാറ്റ് ആയിരിക്കും, വളരെ സ്ട്രെച്ചായ മാതിരിയായിരിക്കും എപ്പിഡെമൽ സെൽസ് ഉണ്ടാവുക. സോ ഓവറോൾ എപ്പിഡെമിസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ എപ്പിഡെമിസ് ആർ പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ. സോ ദീസ് ആർ അബൌട്ട് എപ്പിഡെമിസ്. ഓക്കെ, സെക്കൻഡ് വോൾ ലെയർ ആണ് എൻഡോത്തീഷ്യം. എപ്പിഡെമിസിന് തൊട്ട് താഴെ കാണുന്ന പ്രൈമറി പരേറ്റൽ ലെയർ എന്ന് ഫോം ചെയ്യുന്ന സെക്കൻഡ് വോൾ ലെയർ ആണ് എൻഡോത്തീഷ്യം. എൻഡോത്തീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് സിംഗിൾ ലെയർ ഓഫ് റേഡിയലി ഇലോങ്ങേറ്റഡ് സെൽസ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ, ബി പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ റേഡിയലി ഇലോങ്ങേറ്റഡ് സെൽസുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് എൻഡോത്തീഷ്യൽ സെൽസ്. എൻഡോത്തീഷ്യം ഈസ് ഓൾസോ നോൺ ആസ് ഫൈബ്രസ് സെൽസ്. ഫൈബ്രസ് ബാൻഡുകൾ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ എൻഡോത്തീഷ്യൽ സെൽസിനെ ഫൈബ്രസ് ലെയർ എന്നും കൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ റേഡിയലി ഇലോങ്ങേറ്റഡ് സെൽസിൻ്റെ ഇന്നർ ടാൻജൻഷ്യൽ വോള് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നർ ടാൻജൻഷ്യൽ വോള്. അപ്പോൾ ഈ ഇന്നർ ടാൻജൻഷ്യൽ വോളിൽ നിന്ന് ലിഗ്നിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ലിഗ്നിൻ കൊണ്ടാണ് ഫൈബ്രസ് ബാൻഡ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ എൻഡോത്തീഷ്യത്തിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചറാണ്. ദാറ്റ് ഈസ് അതിൻ്റെ സറൗണ്ടിങ്സിൽ മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിനെ ഈസിലി അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് ഈസ് ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചർ. എൻഡോത്തീഷ്യത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് ആന്തർ ഡെഹിസൻസ് ഓർ ആന്തസിസ്. അതായത് ആന്തർ ഡെഹിസൻസ് നടന്നാൽ മാത്രമേ പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ എൻഡോത്തീഷ്യത്തിൽ ഒരു പർട്ടിക്കുലർ റീജിയണിൽ ഈ ഫൈബ്രസ് ബാൻഡുകൾ ആബ്സെൻ്റ് ആയിരിക്കും. അവിടെ വെച്ചിട്ടായിരിക്കും ആന്തർ ഡെഹിസൻസ് നടക്കുന്നത്. ആ റീജിയനാണ്, അല്ലെങ്കിൽ അത്തരം സെൽസുകളെയാണ്, ആ റീജിയനിൽ കാണുന്ന സെൽസുകളെ, ആ റീജിയനെയാണ് സ്റ്റോമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ എൻഡോത്തീഷ്യം?
Endothecium is the second layer of anther wall and is also known as fibrous layer due to the presence of fibrous bands. It is present just below the epidermis. It is formed from the primary parietal cells. It consists of single layer of radially elongated cells. The endothelial cells show characteristic fibrous bands of lignin which arise from the inner tangential walls. The cells of the endothelium along the line of dehiscence of the anther are devoid of fibrous bands. It is known as stomium. Stomium helps in dehiscence of anther. The endothelial layer become hygroscopic due to the presence of fibrous bands and they play an important role in the anthesis. These are about endothelium. Okay. സോ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ആന്തർ നോക്കുവാണെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറായ എപ്പിഡെമിസ് കാണാൻ വേണ്ടി പറ്റും. എപ്പിഡെമിസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷനാണ്. എപ്പിഡെമിസിനെ ഫോളോ ചെയ്തുകൊണ്ട് കാണുന്ന സിംഗിൾ ലെയർ ഓഫ് റേഡിയലി ഇലോങ്ങേറ്റഡ് സെൽസുകളാണ് എൻഡോത്തീഷ്യം. എൻഡോത്തീഷ്യത്തിൻ്റെ മെയിൻ ഫംഗ്ഷനാണ് ആന്തർ ഡെഹിസൻസ്. ആന്തർ ഡെഹിസൻസ് നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ റീജിയനെയാണ് സ്റ്റോമി എന്ന് പറയുന്നത്. ദെൻ എൻഡോത്തീഷ്യത്തിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള തേർഡ് ആന്തർ വോൾ ലെയർ ആണ് മിഡിൽ ലെയർ. മിഡിൽ ലെയർ ഈസ് മെയ്ഡപ്പ് ഓഫ് 2 to 3 ലെയർ ഓഫ് പാരൻകൈമാറ്റസ് സെൽസ്. ഈ പാരൻകൈമാറ്റസ് സെൽസിൽ സ്റ്റാർച്ച് ഗ്രെയിൻസുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ മിഡിൽ ലെയറിനും ശേഷം ടപ്പീറ്റവും കഴിഞ്ഞിട്ടാണ് സ്പോറോജീനസ് ടിഷ്യൂസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പോളൻ മദർ സെല്ല് എന്ന് വിളിക്കാറുണ്ട്. അപ്പം അതിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡെഹിസൻസ് നടക്കുമ്പോൾ ആന്തർ ഡെഹിസൻസ് നടക്കുമ്പോൾ ഈ മിഡിൽ ലെയറിലുള്ള സെൽസുകൾ ക്രഷ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദ മിഡിൽ ലെയർ സെൽസ് ഗെറ്റ് ക്രഷ്ഡ് അറ്റ് ദ ടൈം ഓഫ് മിയോസിസ് ഇൻ പോളൻ മദർ സെൽസ്. അപ്പോൾ മിഡിൽ ലെയർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എൻഡോത്തീഷ്യത്തിനെയും എപ്പിഡെമിസിനെയും പോലെ സിംഗിൾ ലെയർ ഓഫ് സെല്ലല്ല, 2 to 3 ലെയർ ഓഫ് പാരൻകൈമാറ്റസ് സെൽസുകൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റാർച്ച് ഗ്രെയിൻസുകൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ദീസ് ആർ അബൌട്ട് മിഡിൽ ലെയർ. നെക്സ്റ്റ് ടപ്പീറ്റം. ആന്തറിലെ ഏറ്റവും ഇന്നർ മോസ്റ്റ് വോൾ ലെയറാണ് ടപ്പീറ്റം. ഔട്ടർ മോസ്റ്റ് എപ്പിഡെമിസ്, ദെൻ എൻഡോത്തീഷ്യം, മിഡിൽ ലെയറിന് തൊട്ട് താഴെ കാണുന്ന ഇന്നർ മോസ്റ്റ് വോൾ ലെയറാണ് ടപ്പീറ്റം. എൻഡോത്തീഷ്യത്തിനെയും മിഡിൽ ലെയറിനെയും പോലെ തന്നെ പ്രൈമറി പരേറ്റൽ ലെയർ എന്നാണ് ടപ്പീറ്റം ഫോം ചെയ്യുന്നത്. ടപ്പീറ്റത്തിന് ശേഷമാണ് സ്പോർ മദർ സെല്ല്, അതിനകത്ത് പോളൻ ഗ്രെയിൻസ് ഓർ മൈക്രോസ്പോർസ് കാണുന്നത്. സോ സ്പോറോജീനസ് ടിഷ്യൂസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഹോമോജീനസ് ലെയർ കൂടിയാണ് ടപ്പീറ്റം. ടപ്പീറ്റൽ സെൽസ് ആർ റേഡിയലി ഇലോങ്ങേറ്റഡ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് പ്രോമിനൻറ്റ് ന്യൂക്ലിയസ്. ടപ്പീറ്റത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രോയിങ് മീൻസ് ഡെവലപ്പിംഗ് മൈക്രോസ്പോർസ് ഓർ പോളൻ ഗ്രെയിൻസിന് ആവശ്യമായ നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ടപ്പീറ്റത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. സോ ടപ്പീറ്റം ഈസ് എ ന്യൂട്രിറ്റീവ് ലെയർ ഫോർ ദ ഡെവലപ്പിംഗ് മൈക്രോസ്പോർസ്. ദെൻ ടൈപ്സ് ഓഫ് ടപ്പീറ്റം. ജനറലി നമ്മൾ പറഞ്ഞു ടപ്പീറ്റം ഫോം ചെയ്യുന്നത് പരേറ്റൽ സെൽസ് എന്നാണ്. അതേസമയം അലക്ട്ര തോംസോണിയിൽ ടപ്പീറ്റത്തിൻ്റെ ഡ്യുവൽ ഒറിജിൻ കാണാൻ വേണ്ടി പറ്റും. അതായത് ടപ്പീറ്റത്തിൻ്റെ ഒരു പോർഷൻ കണക്റ്റീവ് ടിഷ്യൂസിൽ നിന്നും മറ്റൊരു പോർഷൻ പരേറ്റൽ സെൽസിൽ നിന്നും ഫോം ചെയ്യുന്നു. കണക്റ്റീവ് ടിഷ്യൂസിൽ നിന്ന് ഫോം ചെയ്യുന്ന ടപ്പീറ്റത്തിൻ്റെ ആ ഒരു പോർഷനെ സി ടപ്പീറ്റം എന്നും പരേറ്റൽ സെൽസിൽ നിന്ന് ഫോം ചെയ്യുന്ന ആ ഒരു പോർഷനെ പി ടപ്പീറ്റം എന്നും പറയുന്നു. ഇത്തരത്തിലുള്ള സി ടപ്പീറ്റവും പി ടപ്പീറ്റവും ഡൈമോർഫിക് ടപ്പീറ്റാണ്. ദാറ്റ് ഈസ് സി ടപ്പീറ്റത്തിലെ സെൽസുകളും പി ടപ്പീറ്റത്തിലെ സെൽസുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സി ടപ്പീറ്റത്തിലെ സെൽസുകളാണ് ലാർജർ വൺ. The cells of the C tapetum are larger and the cells of the P tapetum are smaller. So they are dimorphic in nature. Okay. The next, based on the behavior, it is of again tapetum two types. Glandular or parietal or secretory tapetum. Second type ആണ് amoeboid or invasive or periplasmodial tapetum. ഫസ്റ്റ് വണ്ണാണ് ഗ്ലാൻഡുലാർ ഓർ സെക്രീറ്ററി ടപ്പീറ്റം. അതായത് മൈക്രോസ്പോർ ഡെവലപ്മെൻറ്റ് ത്രൂ ഔട്ട് ഈ ടപ്പീറ്റം അതിൻ്റെ ഒറിജിനൽ പൊസിഷനും ഇൻടാക്ട് സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് ഗ്ലാൻഡുലാർ ഓർ സെക്രീറ്ററി ടപ്പീറ്റം. സെക്കൻഡ് ടൈപ്പായ അമീബോയിഡ് ടപ്പീറ്റത്തിനെക്കാട്ടിലും വളരെ കോമൺ ആയി കാണുന്ന ടൈപ്പ് ഓഫ് ടപ്പീറ്റമാണ് സെക്രീറ്ററി ഓർ ഗ്ലാൻഡുലാർ ടപ്പീറ്റം. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ആന്തേഴ്സ് ഓഫ് മിറാബിലസ് ജലാപ്പ. നാലുമണിപ്പൂ മിറാബിലസ് ജലാപ്പയിലൊക്കെ ഇത്തരത്തിലുള്ള ടപ്പീറ്റമാണ് കാണുന്നത്.
ഈ സെക്രീറ്ററി ഓർ ഗ്ലാൻഡുലാർ ടപ്പീറ്റത്തിനകത്തുള്ള സൈറ്റോപ്ലാസത്തിനകത്ത് ഡിഫറെൻറ്റ് സെൽ ഓർഗൻസ് ആയ മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, ഡിക്റ്റിയോസോംസ്, റൈബോസോംസ് ഇതൊക്കെ പ്രസൻ്റ് ആയിരിക്കും. ദെൻ മൈക്രോസ്പോർ മദർ സെൽസ് നമുക്കറിയാം അതിൻ്റെ പ്ലോയിഡി ലെവൽ 2n കണ്ടീഷനാണ്. ഈ 2n കണ്ടീഷനുള്ള ഡിപ്ലോയിഡ് ആയിരിക്കുന്ന മൈക്രോസ്പോർ മദർ സെല്ലിനെ മിയോസിസ് സംഭവിച്ചാണ് ഹെപ്ലോയിഡ് കണ്ടീഷനിലുള്ള പോളൻ ഗ്രെയിൻസ് ഓർ മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കുന്നതിന് തൊട്ടു മുന്നേ ടപ്പീറ്റൽ സെൽസ്, ഈ സെക്രീറ്ററി ഓർ ഗ്ലാൻഡുലാർ ടപ്പീറ്റൽ സെൽസ് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് റൈബോസോംസിൻ്റെയും അതോടൊപ്പം തന്നെ ചെറിയ ഗ്രാനുലർ ലൈക്ക് സ്ട്രക്ചറിൻ്റെ പേരാണ് പ്രോ ഉബിഷ് ബോഡീസ്. റൈബോസോമിൻ്റെയും പ്രോ ഉബിഷ് ബോഡീസിൻ്റെയും നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ മൈക്രോസ്പോർ ഡെവലപ്മെൻറ്റ് നടന്നതിന് ശേഷം പ്രോ ഉബിഷ് ബോഡീസ് മാത്രം ആന്തർലോക്യൂൾസിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്നു. മീൻസ് ആന്തർലോക്യൂൾസ് ഉദ്ദേശിക്കുന്നത് ആ പോളൻ ഗ്രെയിൻസ് പ്രസൻ്റ് ആയിരിക്കുന്ന ഏരിയ. അപ്പോൾ ഈ പ്രോ ഉബിഷ് ബോഡീസ് ടപ്പീറ്റൽ സെൽസിൽ പ്രസൻ്റ് ആയിരിക്കുമ്പോഴാണ് അത് ആന്തർലോക്യൂൾസിലേക്ക് വന്ന് പോളൻ ഗ്രെയിൻസിനെ സറൗണ്ട് ചെയ്യുമ്പോൾ അതിനെ ഉബിഷ് ബോഡി എന്ന് വിളിക്കുന്നു. ദെൻ ഈ ഉബിഷ് ബോഡിയുടെ ഹെൽപ്പോട് കൂടിയാണ് പോളൻ ഗ്രെയിൻസിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറായ എക്സൈനിൽ സ്പോറോപൊളിനിൻ മെറ്റീരിയൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഉബിഷ് ബോഡി ഈ സ്പോറോപൊളിനിൻ ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പോറോപൊളിനിൻ ഈ പോളൻ ഗ്രെയിൻസിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു തരത്തിലുള്ള മെറ്റീരിയലാണ് സ്പോറോപൊളിനിൻ. ഓക്കെ, just before the pollen mother cell undergo meiosis, the walls of the tapetal cells become thick and there is considerable increase in the number of ribosomes and pro-ubish bodies. With the completion of pollen development, pro-ubish bodies pass into the anther-locule from the tapetal cells and they are now called ubish bodies and they coated over the pollen grains. These bodies, that is ubish bodies, contribute a material known as sporopollenin which is involved in the thickening of the exine. Exine means outermost layer of pollen grains. Okay, outer wall of the pollen grain. Exine of the pollen grains. ഹയർ മോണോകോഡ്സിലും ഡൈക്കോഡ്സിലും ഒക്കെ ഇത്തരത്തിലുള്ള ടപ്പീറ്റമാണ് കാണുന്നത്. ഓക്കെ, ദീസ് ആർ അബൌട്ട് ഫസ്റ്റ് ടൈപ്പ്, സെക്രീറ്ററി ഓർ ഗ്ലാൻഡുലാർ ടൈപ്പ്. സെക്കൻഡ് ടൈപ്പാണ് അമീബോയിഡ് ഓർ പ്ലാസ്മോഡിയൽ ടപ്പീറ്റം. കൺസിഡർ ഇറ്റ് ഈസ് എ ടപ്പീറ്റൽ സെൽ. ദെൻ ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഇതിൻ്റെ ഇന്നർ ടാൻജൻഷ്യൽ വോളിനെയും റേഡിയൽ വോൾസിനെയും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതുവഴി ടപ്പീറ്റൽ സെൽസിലുള്ള പ്രോട്ടോപ്ലാസം ആന്തർലോക്യൂൾസിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്നു. ആന്തർലോക്യൂൾസിലുള്ള പ്ലാസ്മോഡിയൽ മാസിനെയാണ് ടപ്പീറ്റൽ പെരിപ്ലാസ്മോഡി എന്ന് പറയുന്നത്. ഇനി ഈ ടപ്പീറ്റൽ പെരിപ്ലാസ്മോഡിയത്തിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന പോളൻ മദർ സെൽസും പോളൻ ഗ്രെയിൻസൊക്കെ ഫ്ലോട്ട് ചെയ്ത് സസ്പെൻഡ് ചെയ്ത് കിടക്കുക. സോ ഇറ്റ് ഈസ് അമീബോയിഡ് ഓർ പ്ലാസ്മോഡിയൽ ടപ്പീറ്റം. പ്രിമിറ്റീവ് ടൈപ്പാണ്. The tapetal plasmodium remains associated with the pollen grains till their maturity. Pollen grains-ന്റെ മെച്യൂരിറ്റി എത്തുന്നവരെ ഈ ടപ്പീറ്റൽ പ്ലാസ്മോഡിയം പോളൻ ഗ്രെയിൻസിനോട് അസോസിയേറ്റ് ചെയ്ത് വെക്കും. ദെൻ അമീബോയിഡ് ടപ്പീറ്റം കാണുന്ന ചില പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ആലിസ്മാറ്റിഫ, ട്രെഡസ്കാൻഡി ഒക്കെ. ഓക്കെ, ദെൻ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന രണ്ട് ടൈപ്പ് ടപ്പീറ്റത്തിൻ്റെയും പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ സെക്രീറ്ററി ടപ്പീറ്റം, അതായത് ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ടപ്പീറ്റം ആസ് സച്ച് അതിൻ്റെ സ്ട്രക്ചർ പോളൻ ഗ്രെയിൻസിൻ്റെ ത്രൂ ഔട്ട് ദ ഡെവലപ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേസമയം ഇവിടെ അമീബോയിഡ് ടൈപ്പിൽ നോക്കുക, റേഡിയൽ വോൾസും ഇന്നർ ടാൻജൻഷ്യൽ വോൾസും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് വഴി ടപ്പീറ്റത്തിനകത്തുള്ള പ്രോട്ടോപ്ലാസം റിലീസ് ചെയ്ത് ടപ്പീറ്റൽ പെരിപ്ലാസ്മോഡിയത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പോളൻ ഗ്രെയിൻസും സ്പോർ മദർ സെല്ലും ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ടപ്പീറ്റം രണ്ട് ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ദീസ് ആർ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടപ്പീറ്റം. നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് ടപ്പീറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ടപ്പീറ്റം എന്ന് പറയുന്നത് ന്യൂട്രീഷനാണ്. അതായത് ഗ്രോയിങ് മൈക്രോസ്പോർസിനും മൈക്രോസ്പോർ മദർ സെല്ലിനൊക്കെ നറിഷ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെറ്റീരിയൽസിനെ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോസ്പോറിലേക്കും മൈക്രോസ്പോർ മദർ സെല്ലിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ടാണ് ടപ്പീറ്റം ആക്ട് ചെയ്യുന്നത്. സോ ടപ്പീറ്റം ഈസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ.
അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ടപ്പീറ്റത്തിലുള്ള ഉബിഷ് ബോഡീസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് എക്സൈനിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സ്പോറോപൊളിനിൻ ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടപ്പീറ്റത്തിലെ പ്ലാസ്റ്റിഡ്സുകളുടെ ഹെൽപ്പോടു കൂടിയാണ് പോളൻ ഗ്രെയിൻസിൽ കാണുന്ന പോളൻ കിറ്റും ട്രൈഫിനൊക്കെ ഫോം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് പ്രസൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് പോളൻ ഗ്രെയിൻസ് UV റേസ് നിന്നൊക്കെയുള്ള ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ പോളൻ കിറ്റിൻ്റെ പ്രസൻ്റ് ഉള്ളത് കൊണ്ടാണ് ആ സ്റ്റിക്കി നേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും പോളിനേഷൻ്റെ സമയത്തിൽ ഇൻസെക്റ്റിൽ സ്റ്റിക്ക് ചെയ്ത് അത് പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ പ്രസൻറ്റ് കൊണ്ടാണ്. അപ്പോൾ ഈ പോളൻ കിറ്റും ട്രൈഫിനൊക്കെ ഫോം ചെയ്യുന്നത് ടപ്പീറ്റത്തിലുള്ള പ്ലാസ്റ്റിഡ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പോളൻ ഗ്രെയിൻസ് ടെട്രാഡ് ഫോമിലാണ് കാണുന്നത്. ഓക്കെ, ഒന്ന് ബാക്കിലും 3 എണ്ണം നമ്മൾ കാണുന്ന രീതിയിൽ, ദാറ്റ് ഈസ് ടെട്രാഡ് കണ്ടീഷൻ. ഓക്കെ, ഈ ടെട്രാഡ് കണ്ടീഷനിലിരിക്കുന്ന പോളൻ ഗ്രെയിൻസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു കാലോസ് വോൾ ഉണ്ടാവും. അപ്പം പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യേണ്ട സമയത്ത് ഈ കാലോസ് വോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി കാലേസ് എൻസൈമുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ കാലേസ് എൻസൈമുകൾ ഡിറൈവ് ചെയ്യുന്നത് ടപ്പീറ്റത്തിനകത്തുള്ള ഡിക്റ്റിയോസോംസിൽ നിന്നാണ്. Okay, the enzyme calase is derived from dictyosomes of the tapetal cells. Then അതുപോലെ തന്നെ ഈ ടപ്പീറ്റൽ സെൽസിലെ പ്രോട്ടീൻസ് വഴിയാണ് എക്സൈൻസിലുള്ള പ്രോട്ടീൻസുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ എക്സൈൻസിൽ പ്രസൻ്റ് ആയിരിക്കുന്ന പ്രോട്ടീൻസ് ഈ പോളൻ ഗ്രെയിൻസിന് അനുയോജ്യമായ മാച്ചായിരിക്കുന്ന കോമ്പാറ്റിബിൾ പിസ്റ്റൽസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ടപ്പീറ്റൽ സെൽസിന് മറ്റൊരു കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ ന്യൂട്രിയൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പം ദീസ് ആർ ഓൾ അബൌട്ട് ആന്തർ വോൾ ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് എപ്പിഡെമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റൽ സെൽസ്, അതിൻ്റെയൊക്കെ ഫങ്ഷനും ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.